ഹലോ, ഇത് നമുക്ക് നത്തോലി പൊരിച്ചതുണ്ടാക്കിയാലോ. വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റിലും. ആദ്യം തന്നെ നമുക്ക് ചെറിയ ചെറിയ നത്തോലിയാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ചെറിയൊരു അയില കൂട്ടിയിട്ട് രണ്ട് ചേർത്ത് നല്ലോണം ഒന്ന് വൃത്തിയാക്കി എടുക്കുക. കഴുകി നല്ല പോലെ അടിപൊളിയായി വൃത്തിയാക്കി എടുക്കുക. ഇവിടെ അതിലേക്ക് കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അര സ്പൂൺ പെരുജീരകത്തിന് പൊടി ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. ഇതിന് കുറേ മസാല ഇത് ചേർക്കരുത്. പിന്നെ മീനിൻ്റെ ടേസ്റ്റ് കിട്ടില്ല, മസാല ടേസ്റ്റ് മാത്രമേ കാരണം. മീനിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ. ഇവിടെ ചട്ടി ചൂടാൻ ശേഷം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഓയിൽ പൊരിച്ചെടുക്കരുത്. ഓയിൽ പൊരിച്ചാൽ മീനിൻ്റെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇവിടെ ആദ്യം കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മീൻ ചേർത്ത് കൊടുക്കുക. നെത്തോലി ആയതുകൊണ്ട് ഇതേപോലെ തന്നെ നമുക്ക് കുറച്ച് വാരി ചേർത്ത് കൊടുക്കുക. ഇവിടെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി കരിവേപ്പിനെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം കുറച്ച് സ്പീഡിൽ വെക്കുക. പിന്നെ സ്പീഡ് കുറച്ചതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് നെരിയിപ്പിച്ചെടുക്കാം. നെരിഞ്ഞതിന് ശേഷം ഒരു ഭാഗം നെരിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് തിരിച്ച് മറിച്ചിട്ടെടുക്കണം. നല്ല പോലെ ഒന്ന് നെരിയിപ്പിച്ചെടുക്കണം. നല്ലത് നെരിഞ്ഞ് വരുമ്പോൾ നത്തോലിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇവിടെ ചൂടുള്ള ചോറിൻ്റെ കൂടി അല്ലെങ്കിൽ വെറുതെ തന്നെ ഒന്ന് കഴിച്ചു നോക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.